എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ റിസൾട്ട് വന്ന ശേഷം പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ sslcexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസും അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് അപേക്ഷാ ഫീസും അതുപോലെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഏത് സ്കൂളാണോ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷാ ഫീസും നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷയും അപേക്ഷാ ഫീസും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. അത് നിങ്ങൾ ഇത്ര രൂപ സ്കൂളിൽ ഫീസായിട്ട് അടച്ചിട്ടുണ്ട്. ഈ റിവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ഇവയിൽ ഏതെങ്കിലും ഈ മൂന്നെണ്ണത്തിലുമൊക്കെ ചില വിദ്യാർത്ഥികൾ പല സബ്ജക്റ്റുകൾ പല ഈ വിഭാഗത്തിലെ പരിശോധനയ്ക്കായിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോട്ടലായിട്ട് എത്ര പൈസ അടച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതാണ്. അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം റീവാലുവേഷനിൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ റീവാലുവേഷന് ശേഷം ഗ്രേഡ് കൂടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗ്രേഡ് നിങ്ങൾ അതായത് ആ ഒരു ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു റീവാലുവേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ഇനത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റീവാലുവേഷൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നൽകുന്ന ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ വെരിഫൈ ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ വഴി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും പിന്നീട് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് അതിന് പ്രോസസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഏത് സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്കാണ് കൊടുക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ തപാൽ മുഖേനയോ അയച്ചു തരും. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ അതിൽ ഇട്ടിട്ടുള്ള മാർക്ക് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ആൻസറിന് മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് sslcexam.kerala.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് SSLC റീവാലുവേഷൻ അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി അതുപോലെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അവിടെയുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് സ്ക്രൂട്ടിനി കൊടുക്കുന്നത്, അതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് ഫോട്ടോ കോപ്പി കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം ഈ ഒരു റീവാലുവേഷൻ എന്ന് പറയുന്നത് അതായത് ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ്റെ ആ ഒരു പേജ് വരിക. അതായത് വ്യൂ ഓർ എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോർ റീവാലുവേഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ SSLC മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ്റെ അതുപോലെ വ്യൂ ഓർ എഡിറ്റ് ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. വ്യൂ ഓർ എഡിറ്റ് ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ അതായത് അത് നൽകാനുള്ള ബോക്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ നാളെയാണ് വരിക. അതായത് മെയ് 14 തീയതി മുതലാണ് ഇതിൻ്റെ അപേക്ഷ ഒഫീഷ്യലായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ മെയ് 14 മുതൽ 17 വരെയാണ് നിങ്ങൾക്ക് സ്കൂളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ഫീസും നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊടുത്ത ശേഷം നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ സെൻറ്റർ കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ദ പേജ് https sslcexam.kerala.gov.in says note പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു പേജിൽ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് റീവാലുവേഷൻ അതുപോലെ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി ആർ നോട്ട് ആപ്ലിക്കബിൾ ഫോർ IT പേപ്പർ. അതായത് IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ ഒരു സബ്ജക്റ്റിന് റീവാലുവേഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടിനിയോ ഉണ്ടായിരിക്കില്ല. അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഈ ഒരു സൂക്ഷ്മ പരിശോധന അതായത് സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ്. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് കൂടി റീവാലുവേഷൻ കൊടുക്കുന്നവർ കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫീസ് 400 രൂപ, ഫോട്ടോ കോപ്പിക്ക് 200 രൂപ, സ്ക്രൂട്ടനിക്ക് 50 രൂപയാണ് ഫീസ് വരിക. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഫീസും നിങ്ങൾ ഏത് സ്കൂളിലാണോ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ ഒരു പരീക്ഷ എഴുതിയ എക്സാമിനേഷൻ സെൻറ്ററിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളെയും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് പരിഗണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നൽകി കഴിഞ്ഞാലും വിദ്യാർത്ഥികളുടെ അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഫീസും ടോട്ടലായിട്ട് എത്ര രൂപ ഫീസ് വരുന്നുണ്ടോ ആ ഒരു ഫീസും നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകി കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യും ഒരു സോഫ്റ്റ്വെയർ വഴി. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺഫർമേഷൻ ചെയ്ത ആപ്ലിക്കേഷനുകൾ മാത്രമാണ് റീവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ റീവാലുവേഷൻ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് ഇപ്പോൾ ഒരു ഗ്രേഡ് കൂടുകയാണെങ്കിലും അതുപോലെ തന്നെ ഒന്നിലധികം ഗ്രേഡ് കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതേസമയം ഗ്രേഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഗ്രേഡിൽ കുറവായിട്ടാണ് റീവാലുവേഷന് ശേഷം വരുന്നതെങ്കിലും ഈ ഒരു റീഫണ്ട് കിട്ടില്ല. ഗ്രേഡ് കൂടിയാൽ മാത്രമാണ് റീഫണ്ടിനായിട്ട് അർഹതയുണ്ടാവുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നൽകാം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ റീവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് SSLC മാർച്ച് 2025 എന്ന് പറഞ്ഞാണ് കൊടുത്തത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കൊടുത്തത് കാണാം. അവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറും കറക്റ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ ചെയ്ത സ്കൂളിനൊരു കോഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹൈസ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ പേര് അതുപോലെ തന്നെ ഇവിടെ മീഡിയം എന്നുള്ളത് ഇവിടെ വരുന്നതാണ്. മീഡിയം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിട്ട് വരും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം എന്ന് പറയുന്നത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഏതാണോ അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് അവിടെ വരുന്നതായിരിക്കും. ഇനി ഇവിടെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ ഓരോ 3 ബോക്സ് കാണാം. അതിൻ്റെ ക്രമമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബോക്സ് റീവാലുവേഷൻ്റെതാണ്, രണ്ടാമത്തേത് ഫോട്ടോ കോപ്പിയുടേതാണ്, മൂന്നാമത്തേത് സ്ക്രൂട്ടനിയുടേതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കുക ഏതൊക്കെ സബ്ജക്റ്റാണ് റീവാലുവേഷന് കൊടുക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഫോട്ടോ കോപ്പിക്ക് കൊടുക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് സ്ക്രൂട്ടനിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. റീവാലുവേഷന് കൊടുക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ സ്ക്രൂട്ടനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മാത്സിൻ്റേത് ഒന്നാമത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഏത് സബ്ജക്റ്റിൻ്റെയും ഒന്നാമത്തെ ബോക്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് റീവാലുവേഷനായിട്ടാണ് പോവുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഒരു ബോക്സാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് ഫോട്ടോ കോപ്പിയുടെ ആയിട്ടാണ് പോവുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ബോക്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് സൂക്ഷ്മ പരിശോധനയുടേതായിട്ടാണ് പോവുക. ഇപ്പോൾ ഞാനിപ്പോൾ സോഷ്യൽ സയൻസ് റീവാലുവേഷന് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫിസിക്സും അതുപോലെ ഇംഗ്ലീഷും റീവാലുവേഷനായിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫിസിക്സും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബയോളജിയുടേത് എനിക്ക് A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ ഒരു B+ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ BO അല്ലെങ്കിൽ A ഗ്രേഡ് ഒക്കെയാണ് കിട്ടിയുള്ളതെങ്കിൽ ജസ്റ്റ് ഞാൻ റീവാലുവേഷന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ടോട്ടലായിട്ടും ഈ ഒരു 4 സബ്ജക്റ്റുകളാണ് റീവാലുവേഷന് കൊടുത്തത്. അതുപോലെ ബയോളജി മാത്രം ഫോട്ടോ കോപ്പി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1800 രൂപ ഫീസ് വന്നത് കാണാം. അപ്പോൾ എങ്ങനെ 1800 രൂപ ഫീസ് വന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. 4 സബ്ജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് 4 × 400 ആണ് വരിക. ഇതിനോടൊപ്പം ബയോളജിയുടേത് ഫോട്ടോ കോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ 200 രൂപയാണ് അതിന് ഫീസ് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് 4 അതായത് 16. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ 1600 രൂപ. അപ്പോൾ 1600 + 200 ആണ് വരിക. അപ്പോൾ ഈ ഒരു ടോട്ടൽ നോക്കുമ്പോൾ 1800 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് 1800 രൂപ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്ന ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു റീവാലുവേഷൻ കൊടുത്തത് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത് ഡീസെലക്ട് ചെയ്ത് അത് ജസ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകും. അതുപോലെ ഫീസ് ഇവിടെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മാത്സ് ഞാൻ ഈ ഒരു സ്ക്രൂട്ടനിക്ക് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓരോ സബ്ജക്റ്റിന് നേരെ 3 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബോക്സ് റീവാലുവേഷൻ്റെതാണ്, രണ്ടാമത്തേത് ഫോട്ടോ കോപ്പിയുടേതാണ്, മൂന്നാമത്തേത് സ്ക്രൂട്ടനിയുടേതാണ്,
അപ്പോൾ ഫോട്ടോ കോപ്പിക്ക് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് റീവാലേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ റീവാലേഷൻ ഏതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ഡയലോഗ് ബോക്സ് വരും. അതായത് ജസ്റ്റ് നേരത്തെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളതുപോലെ ഒരു മെസ്സേജ് വരും. അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കി കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ചില വിദ്യാർത്ഥികൾ റീവാലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ കൊടുത്ത ശേഷം ഒരു സബ്ജക്റ്റ് കൂടി എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, അപ്പോൾ ഇനി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഏതൊക്കെ വിഷയങ്ങൾ റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി ഇവക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം തന്നെ തീരുമാനിച്ച ശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് അതായത് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കും. അതായത് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മുമ്പത്തെ പേജിലേക്ക് പോകണം എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജിലേക്ക് വീണ്ടും വരണമെങ്കിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരാം. അതേസമയം നിങ്ങൾക്ക് ഇനി ഒരു സബ്ജക്റ്റിൻ്റെ റീവാലേഷനോ സ്ക്രൂട്ടിനിക്കോ ഫോട്ടോ കോപ്പിക്കോ കൊടുക്കേണ്ടതായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെയ് 14 മുതൽ മെയ് 17 നിങ്ങൾ ഏത് സ്കൂളിലാണോ 10ാം ക്ലാസ് പരീക്ഷ ചെയ്തത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫീസ് ടോട്ടൽ എത്ര രൂപ നിങ്ങൾക്ക് ഫീസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീസും എടുത്തുകൊണ്ട് സ്കൂളിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെസിപ്റ്റ് കിട്ടും, നിങ്ങൾ ഇത്ര ഫീസ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്കിപ്പോൾ ആദ്യം A ഉള്ളത് A+ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ B എന്നുള്ളത് ചിലപ്പോൾ A ഗ്രേഡ് ആയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഈ രീതിയിൽ ഗ്രേഡ് കൂടിയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. റീഫണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ റെസിപ്റ്റ് കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റെസിപ്റ്റ് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.